ഹായ് സുഹൃത്തെ, അപ്പോൾ നമ്മളെന്നും പതിവ് പോലെ നോക്കുകയാണ് നിങ്ങളുടെ എനർജിയും നിങ്ങളുടെ പേഴ്സൻ്റെ എനർജിയും. പിന്നെ 2 കാർഡ് കൂടുതൽ എടുത്തിട്ടുണ്ട് കേട്ടോ. അതായത് നിങ്ങളുടെ എനർജി എന്താണ്, നിങ്ങളുടെ പേഴ്സൻ്റെ എനർജി എന്താണ്, പിന്നെ നിങ്ങളിലേക്ക് വരുന്ന ഔട്ട്കം എന്താണെന്ന് കൂടി ചോദിച്ചിട്ടുണ്ട്. എന്തായാലും കാര്യങ്ങൾ ഗംഭീരമാകട്ടെ എന്ന് കരുതി അതാണ് നോക്കുന്നത്. നിങ്ങളൊക്കെ നല്ല വ്യക്തികളാണെന്നറിയാം, യൂണിവേഴ്സിൽ വിശ്വസിക്കുന്നവരാണെന്നറിയാം, നല്ല ചിന്തയുള്ള ആൾക്കാരാണെന്നറിയാം. അതുകൊണ്ടാണല്ലോ ഈ ടാറോട്ട് റീഡിങ് കാണുന്നത്. തീർച്ചയായിട്ടും ഈ ടാറോട്ട് റീഡിങ് കാണുന്ന ആൾക്കാർ പല വിധത്തിലുള്ള ആൾക്കാരുണ്ട്. എങ്കിൽ പോലും ഏകദേശം നല്ല ആൾക്കാരും എൻ്റെ അഭിപ്രായത്തിൽ കുറേ ആൾക്കാർ നല്ലവർ തന്നെയാണ്. കാരണം നെഗറ്റീവായ കമൻ്റ് ഇടുന്നവരും ഉണ്ട്. ആ നെഗറ്റീവായിട്ട് നമ്മൾ ചിന്തിക്കുമ്പോൾ ആ നെഗറ്റീവായിട്ട് തന്നെ നമ്മുടെ ലൈഫിലേക്ക് വരത്തുള്ളൂ. അപ്പോൾ നമ്മൾ നെഗറ്റീവ് കമൻ്റ് ഇടുമ്പോൾ ഓർക്കുക, നമ്മുടെ ചിന്തയിൽ നെഗറ്റീവാണ് കിടക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് പിന്നെ അങ്ങനെയുള്ള വ്യക്തികളിലേക്ക് പോസിറ്റീവ് വരാൻ യാതൊരു ചാൻസും ഇല്ല. അപ്പോൾ നമ്മൾ യൂണിവേഴ്സ് എന്ന് പറയുന്നത് എല്ലാവർക്കും ഒരുപോലെ അബണ്ടൻസ് കൊടുക്കുന്നതാണ്. അത് ഫൈൻഡ് ഔട്ട് ചെയ്യുന്നത് നമ്മുടെ കഴിവാണ്. അപ്പം നമ്മുടെ ചിന്തയിൽ എന്താണോ വരുന്നത് അതാണ് നമ്മളിലേക്ക് വരുന്നത്. ചിലരായിരിക്കും, ചിലർ വളരെ സങ്കടകരമായിട്ടൊക്കെ നെഗറ്റീവായിട്ടുള്ള കമൻ്റ് ഇടും. അങ്ങനെ ചെയ്യുമ്പോൾ അത് തന്നെ വരുന്നത്. നമ്മളിപ്പോൾ ഒരു ഇൻ്റർവ്യൂ ജോലിക്ക് പോകുമ്പോൾ അത് കിട്ടുമോ ചിന്തിച്ചിട്ട് ഭഗവാനെ എനിക്കത് കിട്ടണമെന്ന് പറഞ്ഞാൽ കിട്ടുമോ? ഇല്ല. നമുക്ക് അതിൽ വിശ്വാസം വേണം. നമ്മളിൽ ഉറച്ച വിശ്വാസം ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾക്ക് എന്തും നേടിയെടുക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ നമ്മൾ പോസിറ്റീവായിട്ടുള്ള ചിന്തകൾ മാത്രം കൊടുക്കാൻ ശ്രമിക്കുക. എപ്പോഴും വെറുതെ ഇരിക്കുമ്പോൾ വല്ലതൊക്കെ ചിന്തിച്ചു കൂട്ടും. കാരണം നമ്മുടെ ചിന്ത എങ്ങനെയാണ്, ഓരോ 16 ചിന്ത വന്നുകൊണ്ടേയിരിക്കും. അപ്പോൾ അങ്ങനെ ചിന്ത കൊടുക്കാതിരിക്കാൻ, പോസിറ്റീവായിട്ട് ചിന്തിക്കാൻ നമ്മൾ എന്താ ചെയ്യേണ്ടത്? എപ്പോഴും വെറുതെ ഇരിക്കുമ്പോൾ അവരുടെ ചിന്തയൊക്കെ വരുമ്പോഴത്തേക്ക് നെഗറ്റീവായി ചിന്ത വരുമ്പോൾ അപ്പോഴേ അത് ക്യാൻസൽ പറഞ്ഞിട്ട് പോസിറ്റീവിലേക്ക് തിരിച്ചിടുക. എങ്ങനെ ചെയ്യും? ഞാൻ സന്തോഷമാണെന്നോ, ഐ ആം ഹെൽത്തി, ഐ ആം ഹാപ്പി, ഐ ആം വെൽത്തി എന്നൊക്കെ വെറുതെ പറഞ്ഞിരിക്കുക. ഓക്കെ, യൂണിവേഴ്സ് ഈസ് വർക്കിംഗ് ഫോർ മീ, അബണ്ടൻസ് ഫ്ലോ ടു മീ, ഐ ആം ലവ്, ഞാൻ ശാന്തതയാവുന്നു, ഞാൻ സമാധാനമാവുന്നു, ഞാൻ സ്നേഹമാവുന്നു എന്നൊക്കെ ചിന്തിക്കുക. ഐ ആം റെസ്പെക്റ്റഡ് എവരിവെയർ, ഇങ്ങനെയൊക്കെ ചിന്തിക്കുമ്പോൾ നല്ല നല്ല കാര്യം ചിന്തിക്കുക. ഐ ആം എ ബില്യനെയർന്നോ അങ്ങനെയൊക്കെ ചിന്തിക്കുമ്പോൾ, അങ്ങനെ വെറുതെ ചിന്തിക്കുമ്പോഴത്തേക്ക് അങ്ങനെ കുറേ കാലം ചിന്തിച്ചിടുമ്പോഴത്തേക്ക് നമുക്ക് ആ വഴിയിലേക്ക് പോകാൻ പറ്റും. അങ്ങനെ നമ്മുടെ നെഗറ്റീവ് ചിന്ത മാറ്റിയെടുക്കാൻ പറ്റും. അതേപോലെ ഒരിക്കലും അതുപോലെ തന്നെ നിൽക്കത്തില്ല. ദിസ് ടൈം ടു ഷാൾ പാസ് കേട്ടിട്ടില്ല, ഈ സമയം കടന്നു പോകുന്നു. അപ്പോൾ നെഗറ്റീവ് എല്ലാവരുടെ ലൈഫിലും ഉണ്ടാവും. നെഗറ്റീവും പോസിറ്റീവും സങ്കടവും സന്തോഷവും ഒക്കെ ഉണ്ടാവും. ഒരു സമയവും സ്ഥിരമായിട്ട് നിൽക്കത്തുമില്ല. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും നെഗറ്റീവ് വന്നാലും അതിനെ പോസിറ്റീവായിട്ട് എടുക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നമുക്ക് നോക്കാം റീഡിങ് എങ്ങനെയാണെന്ന്. അപ്പോൾ നിങ്ങളുടെ എനർജി എന്താണെന്ന് നോക്കട്ടെ. നിങ്ങളുടെ എനർജി ചാരിയറ്റാണ്. നിങ്ങൾ സ്ട്രൈറ്റായിട്ട് ഫോർവേഡായിട്ട് മുന്നോട്ട് പോകുന്ന വ്യക്തികളാണ്, ധൈര്യമുള്ള വ്യക്തികളാണ്, നിങ്ങൾക്ക് നല്ല കഴിവുള്ള വ്യക്തികളാണ്. നന്നായിട്ട് ലൈഫൊക്കെ എക്സ്പീരിയൻസ് ചെയ്ത് എന്ത് വന്നാലും അതൊന്നും പ്രശ്നമല്ല, ഇനി മുന്നോട്ട് എന്ന് തന്നെ കരുതി പോകുന്ന വ്യക്തികളാണ് നിങ്ങൾ. നല്ല കപ്പാസിറ്റിയുള്ള, നല്ല ധൈര്യമുള്ള നല്ല ആൾക്കാരാണ് നിങ്ങൾ. നിങ്ങളുടെ പേഴ്സൻ്റെ എനർജി എന്താണെന്ന് നോക്കട്ടെ. പേഴ്സൻ്റെ എനർജി മൂണാണ്. മൂണെന്ന് പറഞ്ഞാൽ ഫിയറാണ്. അദ്ദേഹത്തിന് എന്തോ ഇപ്പോഴത്തെ സമയത്ത് അദ്ദേഹത്തിന് ഭയമുണ്ട്. അദ്ദേഹത്തിന് പക്ഷേ നിങ്ങളിലുള്ള നെഗറ്റീവ്, നിങ്ങളെ അദ്ദേഹം ഒരു പക്ഷേ മാനസികമായിട്ട് വേദനിപ്പിച്ചിട്ടുണ്ടാകാം, നിങ്ങളെ ചീറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കാം. അപ്പം നിങ്ങളെ അദ്ദേഹത്തിന് ശകലം ഭയമുണ്ട്, നിങ്ങളിലേക്ക് വരാൻ അദ്ദേഹം ഭയക്കുന്നുണ്ട്. അതായി കാണുന്നത്. ഈ താഴെ കാണുന്ന ആ സ്കോർപ്പിയോനാണ് ആ വ്യക്തി. ഇപ്പുറത്തെ കാണുന്ന നായ അദ്ദേഹത്തെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നുണ്ട്, അപ്പുറത്ത് ഇരിക്കുന്ന കുറുക്കൻ അദ്ദേഹത്തെ പേടിപ്പിക്കുന്നുണ്ട്. പക്ഷേ അദ്ദേഹത്തിന് മുന്നോട്ട് വരണമെന്നുണ്ട്, എന്നാൽ അതിൻ്റെ ഭയമുണ്ട്, ഉള്ളിലൊരു ഭയമുണ്ട്. അതാണ് കാണുന്നത്. അപ്പോൾ നിങ്ങളുടെ ഇടയിലുള്ള എനർജി എന്താ ഇപ്പോഴത്തേക്ക് നേരത്തെ തന്നെ കാർഡ് ഇങ്ങനെ നടക്കുന്നത്. ഇതൊരു ചെറിയൊരു മാനിഫെസ്റ്റേഷനാണ്. നിങ്ങളുടെ ഇടയിലുള്ള എനർജി ചെറിയൊരു മാനിഫെസ്റ്റേഷനാണ്. 4 of Wands. ഇതാണ് നിങ്ങളുടെ എനർജി കാണുന്നത്. നിങ്ങൾക്ക് രണ്ടുപേർക്കുള്ള ആഗ്രഹം ഇതായിരിക്കും. നിങ്ങളുടെ ഇടയിലുള്ള എനർജി ഇതാണ്. നിങ്ങൾക്ക് രണ്ടുപേർക്കും ഒരുമിക്കണമെന്ന് ആഗ്രഹമായിട്ട് തന്നെ ദേവി കാണുന്നത്. അപ്പോൾ താങ്കളുടെ എനർജി, താങ്കളുടെ ചിന്താഗതി എന്താണെന്ന് നോക്കട്ടെ. താങ്കളുടെ ഔട്ട്കം നോക്കട്ടെ. ഇതാണ് താങ്കൾക്ക് ഇനിയുള്ള ലൈഫിനെ കുറിച്ചുള്ള ഏസ് ഓഫ് സോർഡാണ്. താങ്കൾ മുന്നോട്ട് തന്നെ പോകാൻ ആഗ്രഹിക്കുന്നുണ്ട്. വിജയകരമായിട്ട് ഈ താങ്കളുടെ പേഴ്സണൊത്ത് മുന്നോട്ട് ജീവിച്ചു പോകാൻ തന്നെ ആഗ്രഹിക്കുന്നുണ്ട്. അദ്ദേഹം എന്ത് തെറ്റിയിട്ടുണ്ടെങ്കിലും അതെല്ലാം സഹിച്ച് ക്ഷമിച്ച് പുറത്ത് അദ്ദേഹത്തിന് തന്നെ മുന്നോട്ട് പോകാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്.
അദ്ദേഹത്തിൻ്റെ ചിന്താഗതി എന്താണെന്ന് നോക്കട്ടെ. അദ്ദേഹത്തിൻ്റെ ചിന്താഗതി ഇതാണ്, നിങ്ങളെക്കുറിച്ച് ചിന്താഗതി ഇതാണ്. താങ്കൾ അദ്ദേഹത്തിനോട് ഉണ്ടായിരുന്നപ്പോഴത്തേക്ക് അദ്ദേഹത്തിന് നല്ലൊരു ഫിനാൻഷ്യൽ നല്ല ഗ്രൗണ്ടഡ് ആയിരുന്നു. താങ്കൾ അദ്ദേഹം കാണുന്ന വളരെയധികം ഫിനാൻസുള്ള അല്ലെങ്കിൽ നല്ലൊരു മെച്ചറായ വ്യക്തിയായിട്ടാണ് കാണുന്നത്. സാമ്പത്തികത്തിൻ്റെ കാര്യത്തിലാണെങ്കിലും എന്തും സൂക്ഷിക്കുന്ന വ്യക്തിയാണ്, നല്ലൊരു അറിവുള്ള വ്യക്തിയായിട്ടാണ് താങ്കളെ അദ്ദേഹം കാണുന്നത്. അദ്ദേഹത്തിൻ്റെ മനസ്സിൽ താങ്കൾക്കുള്ള സ്ഥാനം ഇതാണ്, ഈ സ്ഥിതിയിൽ അദ്ദേഹം കാണുന്നത്. അപ്പോൾ ഇനിയും താങ്കളുടെ കൂടെ വന്നാലും വരണം, ജീവിക്കണമെന്ന് ആഗ്രഹമുണ്ട്. ഈ ഒരു സിറ്റുവേഷനിൽ അദ്ദേഹത്തിന് ജീവിക്കാൻ പറ്റുന്നത്, അത് നമ്മൾ പറയത്തില്ലേ എൻ്റെ രാശിയാണ് എന്ന് പറഞ്ഞ പോലെ താങ്കളായിരുന്നു അദ്ദേഹത്തിൻ്റെ രാശിയെന്ന് അദ്ദേഹത്തിന് മനസ്സിലായി. നിങ്ങളുടെ ഔട്ട്കം എന്താണെന്ന് ചോദിക്കട്ടെ. സമീപകാല ഔട്ട്കം, ഇത് ഔട്ട്കം ആകുന്നത് 2 ഓഫ് പെൻറ്റാക്കിൾസ്. നിങ്ങൾക്ക് രണ്ടും പ്രതീക്ഷിക്കാം. ഈ ഇവിടെ കാണുന്നത് വെച്ചാൽ നിങ്ങൾക്കുള്ള ഔട്ട്കം, ഇതൊരു ഔട്ട്കം ആയതുകൊണ്ട് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് മുന്നോട്ട് പോകുമ്പോൾ തീർച്ചയായിട്ടും ഇതും ശ്രദ്ധിക്കാം. നിങ്ങൾക്ക് ഫിനാൻഷ്യലായിട്ടും അല്ലെങ്കിൽ ഉറച്ചായിട്ടുള്ള ലൈഫിലേക്ക് പോകാം, രണ്ടിലും പോകാവുന്നതാണ്. എന്നാൽ യൂണിവേഴ്സ് പറയുന്നത് പഴയതുപോലെയൊക്കെ തന്നെ എങ്കിലും ചെറിയ ചെറിയ പ്രശ്നങ്ങൾ അതും ഇതൊക്കെ ഉണ്ടെങ്കിൽ പോലും നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്ത് പോകേണ്ടതാവും. 2 കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. കുഴപ്പമില്ലാണ്ട് പോകാൻ പറ്റും. എന്ത് ലൈഫ് എപ്പോഴും മിസറബിൾ ആണല്ലോ. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്കത് അഡ്ജസ്റ്റ് ചെയ്ത് പോകാൻ പറ്റും. നിങ്ങൾ രണ്ടുപേരും ഒരുമിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ തന്നെ സാധിക്കും. ഫിനാൻഷ്യലായിട്ടും അതുപോലെ ലൈഫായിട്ടും രണ്ടും കൂടി കൂട്ടിക്കുഴച്ച് കൊണ്ടുപോകാൻ പറ്റും മറ്റൊരു ലൈഫിലേക്ക്. അദ്ദേഹത്തിൻ്റെ ആ ഡ്രസ്സ് ചുമപ്പ് അഭിനിവേശമാണ് പുറകെ കാണുന്നത്. യൂണിവേഴ്സ് സപ്പോർട്ടാണ്. എന്തുകൊണ്ടും പഴയ അവസ്ഥയിൽ നിന്നും, പഴയ അവസ്ഥ വെച്ചാൽ പുറകിൽ കാണുന്ന തിരമാല കണ്ടില്ലേ, അപ്പോൾ ആ തിരമാല വെച്ചാൽ അത് മനസ്സിലൊരവസ്ഥയാണ്. എങ്കിലും കുറച്ച് നേരത്തേക്കൊക്കെ നിങ്ങളുടെ മനസ്സിൽ അങ്ങനെയൊക്കെ കാണുമായിരിക്കുമെങ്കിലും യൂണിവേഴ്സ് പറയുന്നത് താമസിയാതെ നിങ്ങൾക്ക് ഒരുമിക്കാൻ പറ്റും എന്നാണ് പറയുന്നത്. നിങ്ങളത് അഡ്ജസ്റ്റ് ചെയ്ത് മുന്നോട്ട് പോകേണ്ടതുണ്ട്. നിങ്ങൾ രണ്ടുപേരും ഒരുപോലെ കാര്യങ്ങൾ തീരുമാനിച്ചെടുക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും പോകാൻ പറ്റും. അപ്പോൾ എന്ത് തന്നെയാണെങ്കിലും നിങ്ങൾക്ക് താമസിയാൻ നല്ല ലൈഫ് കിട്ടട്ടെ, നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് വരട്ടെ, പഴയതുപോലെ നല്ലൊരു ലൈഫ് കിട്ടട്ടെ എന്ന് ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ഓക്കെ ഫ്രണ്ട്സ്, താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ തന്നെ ദീപാവലി പ്രമാണിച്ച് ഞാനൊരു ഓഫർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഇന്ന് കുറച്ച് പേര് വിളിച്ചു ഒക്കെ കൊടുത്തു. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നിങ്ങൾക്ക് ഒരു 3 കാര്യങ്ങൾ വരെ അറിയാനുള്ള ചാൻസ് തരാം. ഞാൻ 3 കാര്യം പറഞ്ഞെങ്കിൽ 30 കാര്യം ചോദിച്ചു തരാണ് വന്നത്. ഓക്കെ, അപ്പോൾ 3 കാര്യമാണ് ഞാൻ പറയുന്നത്. 3 കാര്യം നിങ്ങൾക്ക് അറിയാൻ പറ്റും. അപ്പോൾ അതിൻ്റെ ഫീസായിട്ട് 150 രൂപയാണ് ഞാൻ ആവശ്യപ്പെടുന്നത്. അതിൻ്റെ ദക്ഷിണയായിട്ട് ഒരു എനർജി എക്സ്ചേഞ്ച് അല്ലേ. അപ്പോൾ തീർച്ചയായിട്ടും ഞങ്ങളുടെ മെൻറ്റർ പറയുന്നുണ്ട് ഒരിക്കലും ഫ്രീ ആയിട്ട് റീഡിങ് ചെയ്യാൻ പാടില്ല. അപ്പോൾ ഫ്രീ ആയിട്ട് ചെയ്യുമ്പോൾ അത് കാർഡിനെ അവമാനിക്കലാവും. പിന്നെ ഞങ്ങൾക്കും അതുപോലെ തന്നെ അതൊരു ലോസായി പോകും. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നിങ്ങളുടെ പേഴ്സണെ കുറിച്ചോ നിങ്ങളുടെ ഫിനാൻസിനെ കുറിച്ചോ കരിയറിനെ കുറിച്ചോ ഒക്കെ അറിയണമെന്നുണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക. വാട്സപ്പിൽ കോൺടാക്റ്റ് ചെയ്തിട്ട് അപ്പോൾ ഞാൻ നിങ്ങളെ കോൺടാക്റ്റ് ചെയ്യുന്നതാണ്. ഓക്കെ ഫ്രണ്ട്സ്, താങ്ക് യു ഫോർ വാച്ചിങ് വീഡിയോ. ഗുഡ് നൈറ്റ്. അപ്പോൾ നാളെ കാണാം.